റേറ എയിലോട്ട് എത്തിയ ജേണി പറയുമ്പോൾ അതിന് മുന്നേ എഡ്യൂ ടെക്നീഷ്യൻ എങ്ങനെ വന്നത് എന്ന് ഈ സ്റ്റേജിൽ പറയണമെന്ന് തോന്നുന്നു. ഞങ്ങൾ 2021 ഞാനും മിസ്റ്റർ മുഹമ്മദ് റയീസ് PC കൂടിയായിരുന്നു എഡ്യൂ ടെക്നീഷ്യ തുടങ്ങിയത്. അന്നൊരു BTech MTech പ്രൊജക്ട് ഗൈഡൻസ് കൊടുക്കുക, അവര് ഐഡിയാസിനൊരു ലൈഫ് കൊടുക്കുക എന്നുള്ള പർപ്പസിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ക്വാളിറ്റി ട്രെയിനിങ്ങിന്റെ ഒരു ആവശ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, എംബഡ് സിസ്റ്റം പോലുള്ള മേഖലകളിൽ ഒരു ക്വാളിറ്റി ട്രെയിനിങ്ങിന്റെ ആവശ്യം, അതിന്റെ ഇമ്പോർട്ടൻസ് വന്നതോടുകൂടി അതിലോട്ട് കൂടി ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. പിന്നെ ആ ഒരു ഇടക്കാണ് ഡോക്ടർ ബിഷ്റുൽ ആഫി ഞങ്ങളെ ഫേമിലോട്ട് ജോയിൻ ചെയ്തത്. പിന്നീട് എഡ്യൂ ടെക്നീഷ്യന്റെ അടുത്തൊരു മൈൽ സ്റ്റോൺ നമുക്ക് 2023 നമ്മള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റ് ചെയ്തിട്ടായിരുന്നു അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു ചെയറിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോ 9 സ്റ്റേറ്റ് അക്രോസ് ഏകദേശം 300+ പ്രോഗ്രാംസ് നമ്മൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതില് NIT, VIT, QSAT, IIIT അങ്ങനെ ഡിഫറെന്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ നമ്മൾക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞു നമ്മൾക്ക് സ്പേസ് പോരാ, അങ്ങനെ കുറെ ഒരുപാട് പ്രൊജക്ട്സുകൾ വന്നു തുടങ്ങി, ഒരുപാട് കൊളാബറേറ്റേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മെല്ലെ കാലിക്കറ്റ് നടക്കാവിലോട്ട് പതിയെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കാലിക്കറ്റ് നടക്കാവിലെത്തി ഞങ്ങളൊരു ഫ്യൂച്ചറും വിഷനും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് കാലിക്കറ്റ് നടക്കാവാണ്. അങ്ങനെ 3rd ഫ്ലോറിൽ ഞങ്ങള് ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നീട് അതും പോരാന്ന് തോന്നിയപ്പോ പിന്നീട് ഞങ്ങൾ 2nd ഫ്ലോറിലോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്നിപ്പോ ഹൈലൈറ്റ് ലേണിംഗ് പാർക്കിലോട്ട് ഒരു സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂ ടെക്നീഷ്യനെ കുറിച്ച് പറയുമ്പോൾ, അതായത് എഡ്യൂ ടെക്നീഷ്യൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൺസൾട്ടേഷനും ഒക്കെ ആയിരുന്നു. ഇനി ഞങ്ങൾ പതിയെ റേറ AI ഞങ്ങൾ കുറച്ചും കൂടി R&D, ഒരു കോർ R&Dയിലോട്ടും AI സൊല്യൂഷനിലോട്ടും പോവാ എന്നുള്ള പ്ലാനിലോട് കൂടിയാണ് റേറ AI ലോഞ്ച് ഇന്നിവിടെ നടന്നത്.